ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഖാദി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ അവയുടെ കാലഗണനത്തിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. പാലിയം സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്നി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭം തെറ്റാണ്. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? 1932 കേട്ടോ. 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിൻ്റെ 1599 അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അധ്യക്ഷൻ ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ് ആയിരുന്നു നമ്മുടെ ഉദയംപേരൂർ സുനഹദോസിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോചക് സമാജം ജ്യോതിറാവ് ഫുലെ ശരിയാണ്, 1873. ഇനി ആര്യ സമാജം ആത്മാറാം പാണ്ഡ്യ തെറ്റാണ്, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്, 1875. ഇനി പ്രാർത്ഥനാ സമാജം 1867 നമ്മുടെ ആത്മാറാം പാണ്ഡുരംഗിയാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുന്നതാണ്. ഇനി ഹിതകാരുണ്യ സഭയാണെങ്കിൽ അത് വീരേശലിംഗ പന്തുളു തന്നെയാണ്. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സോ ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണ് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉം ആണ് ഓപ്ഷൻ. ഇനി അടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനാണ്? പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനാണ്. 1942 വന്നതാണ്. അടുത്ത ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേരുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര് ഗസ്റ്റപ്പോ ആണ് കേട്ടോ. ഗസ്റ്റപ്പോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മുടെ ഹിറ്റ്ലറിൻ്റെ രഹസ്യ സേന അറിയപ്പെടുന്നതാണ് ഏത്? ബ്രൗൺ ഷർട്ട്സ്. അത് ഓപ്ഷനിലില്ല. ബ്രൗൺ ഷർട്ട്സ് എന്ന് അറിയപ്പെട്ടത് ഹിറ്റ്ലറിൻ്റെ രഹസ്യ സേനയും, ബ്ലാക്ക് ഷർട്ട്സ് ആണെങ്കിൽ മുസോളിനിൻ്റെ രഹസ്യ സേനയാണ്. റെഡ് ഷർട്ട്സ് നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ ആണ് റെഡ് ഷർട്ട്സ്. റെഡ് ആർമി ആണെങ്കിൽ നമ്മുടെ ലെനിൻ്റെ ആണ് റെഡ് ആർമി. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും ആണ്. ഓപ്ഷൻ 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളായി ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈനുകൾ. ഫോം ലൈനും കോണ്ടൂർ ലൈനുകളും രണ്ടും ഉയരം കാണിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷെ കോണ്ടൂർ ലൈൻ എങ്ങനെയായിരിക്കും? നേരായിട്ടുള്ളൊരു വരയായിരിക്കും. ഫോം ലൈൻ ആണെങ്കിൽ ഇടവിട്ടുള്ള വരയായിരിക്കും. ദുർഘടമായ പ്രദേശങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഫോം ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് കേട്ടോ. ലിപ്പുലേക്ക് ആണെങ്കിൽ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടുതൽ രേഖപ്പെടുത്തിയ സ്ഥലം, അതവർ 2024 അങ്ങനെ ഇയർ ഒന്നും വെച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും കറണ്ട് അഫയർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ മുകേഷ്പൂർ, ഡൽഹിയാണ് കേട്ടോ. കറണ്ട് അഫയർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചൂട് കൂടി രേഖപ്പെടുത്തി 2024 വെച്ചിട്ട് 52 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് മുകേഷ്പൂർ, ഡൽഹിയിലാണ്. ഇനി നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി ഏത്? താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹം ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുപോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തുള്ള മേഘങ്ങളാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരി. അതായത് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്നു. മഴ മേഘങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇരുണ്ട അല്ലെങ്കിൽ കറുത്ത ചാര നിറമൊക്കെ ഉള്ളതാണ്. അതായത് സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത മേഘമാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അടുത്ത കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ്. അത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇനി കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകർ കയറ്റിവിടുന്ന കൊടുമുടി ചോദിച്ചാൽ അത് ഈ കാഞ്ചൻജംഗ തന്നെയാണ്. ഇനി നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയല്ല, മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പർവ്വതനിര എന്നറിയപ്പെടുന്നത് അന്നപൂർണയാണ്, അതും കാഞ്ചൻജംഗയല്ല. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചിനാബ്, അൽമാട്ടി ഡാം കർണാടക കൃഷ്ണ. ഇതിൽ ശരിയായിട്ടുള്ളത് അൽമാട്ടി ഡാം കർണാടക കൃഷ്ണയാണ്. ദുൽഹസ്തി ജമ്മു കാശ്മീരിലുള്ളതാണ്. ചിനാബ് നദി തന്നെയാണ്. സർദാർ സരോവർ ആണെങ്കിൽ നർമ്മദ റിവറിൽ ഗുജറാത്തിലുള്ളതാണ്. ശ്രീശൈലം ആണെങ്കിൽ അതും കൃഷ്ണ റിവറിൽ തന്നെയാണ്, ആന്ധ്രാപ്രദേശിലാണ്. കൃഷ്ണ റിവറിലാണ് ശ്രീശൈലം ഉള്ളത്.
ഇനി ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകളുടെ താഴെ തന്നിരിക്കുന്ന ശരിയായ ക്രമത്തിൽ കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ അങ്ങനെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് പ്രൊവിഷണൽ കീ വന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ച് പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. RBI ഒരു നിയന്ത്രിത സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമായി മാറി, അത് ശരിയായിട്ടുള്ളതാണ്. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി, അതും ശരിയാണ്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി, അത് തെറ്റായ പ്രസ്താവനയാണ്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിയത്. അപ്പോൾ 1ഉം 2ഉം ശരി, 3 തെറ്റാണ്, 3 ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നീതി ആയോഗിൻ്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷം 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായ തിരഞ്ഞെടുക്കുക. അത് ഏതാണ്? കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അങ്ങനെയാണ് വരുന്നത്. അതായത് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആണ്. അതല്ലാതെ നോക്കിയാലും ഓവറോൾ ഫസ്റ്റ് വന്നിരിക്കുന്നതും നമ്മുടെ കേരളം തന്നെയാണ്. സെക്കൻഡ് തമിഴ്നാടാണ്. തേർഡ് ത്രിപുരയാണ്. പക്ഷേ ത്രിപുര എന്ന് പറഞ്ഞാൽ ചെറിയ സംസ്ഥാനങ്ങളുടെ കാറ്റഗറിയിൽ പോവും. ചെറിയ സംസ്ഥാനങ്ങളുടെ കാറ്റഗറിയിൽ ഫസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപുരയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റാങ്ക് പോകുന്നത്. അടുത്ത ദിവസം 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി ശരിയാണ്. വളർച്ചാ നിരക്ക് 5.6% തെറ്റാണ്. ശരിക്കും വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിട്ട് 5.6 ലക്ഷ്യം വെച്ചിട്ടുള്ളത് 3ഉം 4ഉം പഞ്ചവത്സര പദ്ധതികളാണ്. 2ാം പഞ്ചവത്സര പദ്ധതി 4.5 ലക്ഷ്യം വെക്കുകയും 4.27 കൈവരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത് 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പൊതുമേഖല കൂടുതൽ പ്രാധാന്യം നൽകി നമുക്ക് ആ പൊതുമേഖല അതായത് വ്യവസായമാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ പൊതുമേഖല വ്യവസായങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഇനി മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാൻ നടപ്പിലാക്കിയത് ശരിയാണ്. മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. അത് ശരിയാണ്. വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയിലാണ് റിപ്പോ നിരക്ക് ഈടാക്കുന്നത്. ഇനി വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കിനാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓപ്ഷൻ തെറ്റാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ഓപ്ഷൻ ശരിയാണ്, 3 മാത്രമാണ് ശരിയല്ലാത്തത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഭക്ഷ്യധാന്യ ഉൽപ്പന്നത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരിയാണ്. കാർഷിക ഉൽപ്പാദന ക്ഷമത വർദ്ധിച്ചു ശരിയാണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ഇനി താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി യോജിപ്പിക്കാം. നമുക്കറിയാം 2021-22 എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറോണ കഴിഞ്ഞുള്ള സമയമാണ്. അതിൽ നമുക്ക് പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് എ വരും, സെക്കൻഡ് ബി, തേർഡ് സി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് കറക്റ്റായിട്ടാണ് ഒരു മാച്ച് ചെയ്യുന്നത്. A, B, C എന്നുള്ള രീതിയിൽ പോവും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഭരണഘടനയിലെ 15 വകുപ്പുകൾ, അതായത് 36 മുതൽ 51 വരെ നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്നു. ആ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അതായത് 15 വകുപ്പുകളിൽ അതിൽ കൂടുതൽ വകുപ്പുണ്ട്. നമുക്കറിയാം നിർദ്ദേശ തത്വത്തിൽ സബ് യൂണിറ്റ്സ് ഉണ്ടാവും. 39 എടുത്താൽ തന്നെ അതിന് സബായിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ 36 മുതൽ 51 വകുപ്പുകൾ എണ്ണി നോക്കുമ്പോൾ കൂടി 15 കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ 1 തെറ്റാണ്. നിർദ്ദേശ തത്വത്തിൻ്റെ ആശയം കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ശരിയാണ്. നിർദ്ദേശ തത്വങ്ങളുടെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് 45 എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 6 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ്. അത് നടപ്പിലാക്കി. ഇനി നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ശരിയാണ്. കോടതിയിൽ പോയിട്ട് നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് നിർദ്ദേശ തത്വങ്ങൾ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണ്. അത് തെറ്റാണ്. രാഷ്ട്രപതി രണ്ട് ഹൗസിലും അംഗമാകാൻ പാടില്ല. അതിൽ ഉപരാഷ്ട്രപതിയും പാർലമെന്റിൽ അംഗമാകാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. എന്നാൽ രാഷ്ട്രപതി എന്തായിരിക്കണം? രാഷ്ട്രപതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ലോകസഭയിലെ മെമ്പർ ആയിരിക്കും. ലോകസഭയിൽ മെമ്പർ ആകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളായിരിക്കണം രാഷ്ട്രപതി. ഇനി ഉപരാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് രാജ്യസഭയിൽ മെമ്പർ ആയിരിക്കേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളായിരിക്കണം ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി നമ്മുടെ രാജ്യസഭ
രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. എന്നാൽ രാജ്യസഭയിലെ ഒരു മെമ്പർ അല്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ വോട്ടിംഗ് ഉള്ള അവകാശവും നമ്മുടെ ഉപരാഷ്ട്രപതിക്ക് ഇല്ല. ഇനി ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. ശരിക്കും ലോക്സഭാ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് അധികാരമുണ്ട്. അതായത് എന്തെങ്കിലും ടൈ വന്നു കഴിഞ്ഞാൽ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാസ്റ്റിംഗ് വോട്ട് അധികാരമുണ്ട്. അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ വീറ്റോ അധികാരം കൊണ്ടും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഉപരാഷ്ട്രപതിയാകാൻ 35 വയസ്സ് പൂർത്തിയിരിക്കണം. അത് തെറ്റാണ്. ഉപരാഷ്ട്രപതി, ഗവർണർ, പ്രസിഡന്റ് ഇതൊക്കെ 35 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ഇതിൽ ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? 6 തൊട്ട് 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളുകളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിക്കും 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ പറഞ്ഞു വിടുന്നതാണ് രക്ഷിതാക്കളുടെ കടമ. ഇനി അപ്പോൾ അത് തെറ്റാണ്. ഇനി പൊതുസ്വത്ത് സംരക്ഷിക്കുക, ആക്രമണം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. അപ്പോൾ ഈ 2, 3, 4 നമ്മുടെ മൗലിക കടമകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൗലിക കടമയിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാറാം, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ 1ഉം 3യുമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഒരു വകുപ്പിന് സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. അതുപോലെ നിർമ്മല സീതാറാം, അമിത് ഷാ ഒക്കെ എന്നാണ് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ 2ഉം 3 ആണ് കേട്ടോ. തെറ്റിപ്പോയാണ്. 2ഉം 3 ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്വതന്ത്ര ചുമതല വഹിക്കുന്ന മന്ത്രിമാർ സഹമന്ത്രിമാരും, നിർമ്മല സീതാറാം, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരുമാണ്. 2ഉം 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത് കേട്ടോ. ബാക്കി നമുക്ക് പ്രൊഫഷണൽ വരുമ്പോൾ നോക്കാം. ഇത് വായിച്ച് വെച്ചിട്ട് 2ഉം 3 തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ പേരൊക്കെ ഉണ്ടല്ലോ, ജഗദീപ് ധൻകർ. അപ്പോൾ അതാണ് എന്തായാലും ലാസ്റ്റ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ ഡി വരും. ഇനി പിന്നെ നമ്മുടെ ആർ വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത് എന്താണ്, ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ ആരായിട്ടുണ്ട്, വി വി ഗിരി ആയിട്ടുണ്ട്. അപ്പം 1ആണ് അതിലാദ്യം വരുന്നത്. വി വി ഗിരിയാണ് ആദ്യമായിട്ട് ഉപരാഷ്ട്രപതി ആയത്. അപ്പോൾ 1, 2, 4, 3 എന്നാണ് ഓപ്ഷൻ കേട്ടോ. 1, 2, 4, 3. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. അതിനുശേഷമായത് സക്കീർ ഹുസൈനാണ്. അതിനുശേഷമാണ് നമ്മുടെ വി വി ഗിരി ആയത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ആരായത്, നമ്മുടെ ആർ വെങ്കിട്ടരാമൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹമീദ് അൻസാരി ആയിട്ടുണ്ട്. പിന്നീടാണ് ജഗദീപ് ധൻകർ ആയത്. ഓക്കെ. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരം ഹാജരാക്കുകയാണ്. അപ്പോൾ 1, 2 ആണ്. ഇനി മാൻഡമസ് എന്നാൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നതാണ്. പ്രൊഹിബിഷൻ നിരോധനമാണ്. കോവാറണ്ടോ എന്ത് അധികാരത്തിലാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷണ രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഖാനക്കാരനായിരുന്നു. ഇനി യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ഇതിൽ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനം ന്യൂയോർക്കാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷൻസിന് എടുക്കാവുന്നുള്ളൂ. അതായത് 2ഉം 4ഉം എന്തായാലും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഈ 2ഉം 4ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അതായത് 1, 2, 3, 4 ശരിയാണ് കേട്ടോ. യുണിസെഫിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ ന്യൂയോർക്ക്. യുനെസ്കോയുടെ ആസ്ഥാനം വരുന്നത് പാരീസിലാണ്. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് കേട്ടോ നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരം തിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ് എന്ന കേന്ദ്ര സർവീസാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അഖിലേന്ത്യാ സർവീസാണ്. വിൽപ്പന നികുതി സംസ്ഥാന സർവീസാണ്. റെയിൽവേ ആണെങ്കിൽ കേന്ദ്ര സർവീസും. ഇന്ത്യൻ പോലീസ് സർവീസ് അഖിലേന്ത്യാ സർവീസാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. അടുത്ത 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 90-ലല്ല 92-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് തെറ്റ്.
ഇനി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1987 മുതൽ 91 വരെ ഇ കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖർ. അത് ശരിയാണ്. ഇനി കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അതും ശരിയാണ്. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ്. അതും ശരിയാണ്. ഇനി ഓപ്ഷൻ 4 ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1, 2, 3 ശരിയാണെന്ന് വരും. നമ്മുടെ ആർ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും ആയിട്ടുള്ള ആർ ശങ്കർ പട്ടം താങ്ങുകളുടെ സമയത്ത് ഉപരാഷ്ട്രപതിയും അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയല്ല ഉപ ചീഫ് മിനിസ്റ്റർ, രാഷ്ട്രപതി സോറി, ഉപ ചീഫ് മിനിസ്റ്റർ കേട്ടോ. അതായത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും അതേപോലെ നമ്മുടെ ധനകാര്യ വകുപ്പും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വകുപ്പുമാണ് ആർ ശങ്കർ കൈകാര്യം ചെയ്തത്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഉമർ ഖോയാണ് കേട്ടോ. ഉമർ ഖോയാണ് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതാണ്? ബി ആണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ് കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ്. അതായത് 1959 ജൂൺ 10 കേരള നിയമസഭ കാർഷിക ബദ്ധ ബില്ലാണ് പാസ്സാക്കിയത്, ഭൂപരിഷ്കരണ ബില്ലല്ല. കേരളത്തിൽ ഈ നിയമത്തിൽ തുടക്കം കുറിച്ച EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം വന്നത് 1957 തന്നെയാണ്. ഒന്നാം EMS സർക്കാരിൻ്റെ കാലത്ത് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിന് സി അച്യുതമേനോൻ കൺവീനറായ ഒരു സമിതി തന്നെ രൂപീകരിച്ചിരുന്നു. ഇനി കാർഷിക ബദ്ധ ബിൽ എന്നൊക്കെ പറഞ്ഞ റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മയാണ് ഈ കാർഷിക ബദ്ധ ബിൽ 1957 ഡിസംബർ 21 അവതരിപ്പിച്ചു. പിന്നെ അത് പാസ്സായി കിട്ടിയതാണ് 59 ജൂൺ 10. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നവ പ്രവർത്തികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ എന്തെങ്കിലും വരുന്നുണ്ട്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, അതുപോലെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകൾ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഇത് ശരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റായിട്ടുള്ള ഉത്തരം നമുക്ക് പ്രൊവിഷണൽ വരുമ്പോൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിലെല്ലാം വരുമോ അത് ഏതെങ്കിലുമൊക്കെ ഇവർ ഉൾപ്പെടാതിരിക്കുമോ നമുക്ക് പ്രൊവിഷണൽ വരുമ്പോൾ നോക്കിയിട്ട് പറയാം കേട്ടോ. അടുത്ത ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് ഏത്? ധനകാര്യ കമ്മീഷനാണെങ്കിൽ 280 ആണ്. സ്വത്തവകാശം 300A ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ആണ്. 1, 2 2ആണെങ്കിൽ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? സി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ സി അല്ലേ. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻ്റ് ആണെങ്കിൽ 61 ആണ്. ഹൈക്കോടതി റിട്ട് ആണെങ്കിൽ 226 ആണ്. ശരിയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശികളെപ്പറ്റി തെറ്റായ പ്രസ്താവന ഏതാണ്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന തെറ്റാണ്, അസ്ഥിപേശിയാണ്. അപ്പോൾ 1 തെറ്റാണ്. ഇനി രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, അത് ശരിയാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നത് തെറ്റാണ്. കുറുകെ വരകൾ ഇല്ലാത്തതാണ് മിനുസപേശി. അപ്പോൾ ഇതിൽ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി അനൈച്ഛിക ചലനങ്ങൾ തന്നെയാണ് ഇത് സാധ്യമാക്കുന്നത്. അടുത്ത കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, അതന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാം. വാരിയെല്ലുകൾ 24 അസ്ഥികൾ, അത് ശരിയാണ്. നട്ടെല്ല് 1 അസ്ഥി, തെറ്റാണ്. മാറല്ലാണ് 1 അസ്ഥി. ഇവിടെ മാറൽ 4 അസ്ഥി ആയിരിക്കും. മാറൽ 1 അസ്ഥിയാണ്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ളതാണ് വെച്ചേക്കുന്നത്. ഓക്കെ, മാറല് 4 അസ്ഥി തെറ്റാണ്. നട്ടിൽ 1 അസ്ഥി തെറ്റാണ്. തലയോട് 39 അസ്ഥികളും തെറ്റാണ്. അപ്പോൾ ഇതിൽ വാരിയെല്ല് 24 അസ്ഥികൾ, അതാണ് ശരിയായിട്ടുള്ളത്. ഇനി ശ്വാസകോശം പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലൂറയാണ്. ഇനി സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വിജാഗിരി സന്ധി, കാൽമുട്ട്, കൈമുട്ടൊക്കെ ശരിയാണ്. ഇടുപ്പെല്ല് തുടയെല്ല് ചേർന്ന ഭാഗമല്ല കീലസന്ധി. കീലസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടിലിൻ്റെ കശേരവും തലയോടും ചേർന്ന ഭാഗമാണ്. ഇനി ഗോളര സന്ധി നട്ടിലിൻ്റെ ആദ്യ കശേരവും, അത് തെറ്റാണ്. ശരിക്കും 2ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. ഇനി തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം ഒന്നുമല്ല, അത്യാവശ്യം നല്ല ചലനത്തിന് സഹായിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആയിട്ട് വരും. ഇനി ഉമ്മനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് പറഞ്ഞിരിക്കും ലൈസോസൈമാണ്. ഇതിൽ ലൈസോസോമാണ് തന്നിരിക്കുന്നത്. മിക്കവാറും ഇതിൽ ക്യാൻസൽ ചെയ്യുമായിരിക്കും. ലൈസോസോം നമ്മുടെ കോശത്തിലുള്ള ഓർഗനലാണ്. അപ്പോൾ ലൈസോസൈമാണ് രാസാഗ്നിയായിട്ട് വരുന്നത്. ഇനി രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആദ്യം ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാകും. ത്രോംബിൻ ഉൽപ്പാദിപ്പിക്കും. ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് മാറും. എന്നിട്ട് ഫൈബ്രിൻ നാരുകളിൽ നമ്മുടെ ക്ലോട്ട് അതിൽ ഫൈബ്രിൻ നാരുകളിൽ ട്രാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഇനി ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ്?
ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര, സെക്കൻഡ് ആന്ധ്രാപ്രദേശ്, തേർഡ് കർണാടക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റാങ്ക് പോകുന്നത്. ഫസ്റ്റ് മഹാരാഷ്ട്രയാണ്. ഇനി ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദയാണ്. ഇത് നേരത്തെയാണ് നമ്മുടെ മൻസുഖ് മാണ്ഡവ്യ. പിന്നെ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് മൻസുഖ് മാണ്ഡവ്യ ഇട്ടാൽ മതി. ഇനി അടുത്ത, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ത് വിളിക്കുന്നത്? മാസ് കേട്ടോ, അതാണ് മാസ്. ഇനി ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്നതാണ് പോള്. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് അതിൻ്റെ മാലിബിലിറ്റി. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണെങ്കിൽ അത് ബുധനാണ്. 2023 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഇതിൻ്റെ ആൻസർ പ്രകാശമാണ് കേട്ടോ. പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. ആറ്റോ സെക്കൻഡ്സ് അത് പ്രകാശമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ബോയിൽസ് നിയമമാണ്. P is inversely proportional to V എന്നതാണ്. അതായത് P1, അതായത് P is inversely proportional to V. P എന്ന് പറയുന്നത് നമ്മുടെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് P1 V1 = V ഇങ്ങോട്ടേക്ക് പോകും. P1 V1 = P2 V2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത, ഏത് ലോഹം പ്രധാന ഘടകമുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത്? അമാൽഗം എന്ന് വിളിക്കുന്നത് എന്താണ്? മെർക്കുറി മറ്റ് മെറ്റലുമായിട്ട് ഒരു മിശ്രലോഹം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അമാൽഗം കിട്ടുന്നത്. ഇനി ഐസോട്ടോണിക് ലായനിയുടെ ഡാഷ് തുല്യമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓസ്മോട്ടിക് മർദ്ദം കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ടുള്ള, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ള ലായനികളാണ് ഐസോട്ടോണിക് ലായനി എന്ന് വിളിക്കുന്നത്. ഇനി ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിൻ്റെ BOD എത്രയെന്ന് ചോദിച്ചാൽ 1 to 2 ppm ആണ് കേട്ടോ. 5 to 7 ppm അല്ലെങ്കിൽ 5ന് താഴെ ഉള്ളതാണ് നമുക്ക് കുടിവെള്ളത്തിന് അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ എന്നൊക്കെ പറയുന്നത് 5ന് താഴെ ആയിരിക്കണം. അപ്പോൾ 1 to 2 ആണ് ഇതിൽ ആപ്റ്റായിട്ട് വരുന്നത്. ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ 1 to 2 ആണ്. ഇനി ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലോഹം ഏതാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് നൈട്രേറ്റ് ആണ് കേട്ടോ. നൈട്രേറ്റ് ആണ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാകുന്നത്. ഇനി കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വള്ളത്തോൾ നാരായണമേനോൻ 1930 സ്ഥാപിച്ചത്. ഇനി ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് മൈക്കൽ ഫെലിപ്സ് ആണ് കേട്ടോ. മൈക്കൽ ഫെലിപ്സിനാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളത്. ഇനി KC ലേഖ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? KC ലേഖ അത് ബോക്സിംഗ് ആണ് കേട്ടോ. KC ലേഖയ്ക്ക് ഇവിടെ കഴിഞ്ഞ വട്ടത്തെ വനിതാരത്ന പുരസ്കാരം കിട്ടിയതിൽ ഒരാളാണ് KC ലേഖ. അപ്പോൾ ഒരു CA ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. KC ലേഖ ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇനി ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടപ്പം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഇനി ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് അത് തൃശ്ശൂർ പൂരമാണ് കേട്ടോ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ്? തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി 2023 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നർഗീസ് മൊഹമ്മദിയാണ് 2023 സമാധാന നോബൽ പുരസ്കാരം. ഇറാൻകാരിയാണ് നർഗീസ് മൊഹമ്മദി. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ വേർഡ് പ്രോസസ്സർ ആണ് കേട്ടോ. ഒരു വേർഡ് പ്രോസസ്സറാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. അടുത്ത, കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഏത്? മാൻ ആണ് കേട്ടോ. കേബിൾ TV നെറ്റ്വർക്ക് ആണെങ്കിൽ മാൻ ആണ്. ഇനി 2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2 KB, 1 KB എന്നത് എത്രയാണ്? 1024 ബൈറ്റ്സ് ആണ്. അപ്പോൾ 2 KB എന്ന് പറയുമ്പോൾ 1024 × 2 ചെയ്താൽ മതി, 2048 ബൈറ്റ്സ് ആണ്. ഇനി ആദ്യത്തെ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് അത് PSLV-C57 ആണ്. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അത് അമിതാഭ് കാന്ത് ആയിരുന്നു. ഇനി ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ചോദിച്ചാൽ 24 ആണ്. ചേരുംപടി ചേർക്ക സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2007 ആണ്. അതായത് 1ന്റെ D വരും, 1ന്റെ Dയും 2 ന്യൂനപക്ഷമാണെങ്കിൽ A വരും, 2013 വരും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98 വരും, അതായത് C വരും. അതായത് ഓപ്ഷൻ A ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 1 D ആണ്, 2 A ആണ്, 3 C ആണ്, 4 നമ്മുടെ വനിതാ കമ്മീഷൻ 96 ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. ഇനി 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം എന്ന് ചോദിച്ചാൽ 10 രൂപ ഫീസാണ് അടയ്ക്കേണ്ടത്. പിന്നെ BPLകാർക്ക് ഫീസ് ഒന്നും ഇല്ലെന്ന് അറിയാലോ.
ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ കുറിച്ച് പ്രസ്താവനകൾ ശരിയായത് ഏത്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ശരിയാണ്. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, ശരിയാണ്. ഉപഭോക്താവിന് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. അത് തെറ്റാണ്. 2 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ആണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ ശരിക്കും ഈ 4 ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ ചുമതലയാണ്. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടർ തയ്യാറാക്കണം, അതുപോലെ അവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തണം, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുകയും വേണം, അതുപോലെ സൗജന്യ നിയമസഹായം ഇരയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇത് 4ഉം ശരിക്കും ഇവരുടെ ഒരു എന്താ പറയുക ചുമതല തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമായിരിക്കും ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരനെന്ന് നിർവഹിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 60 വയസ്സോ അല്ലെങ്കിൽ അതിൽ മുകളിലോ പ്രായമുള്ളവരാണ് നമ്മുടെ സീനിയർ സിറ്റിസൺ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 53, 61, 43, 91. ഇതിൻ്റെ ആൻസർ എന്താണ്? 91 ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ഇനി അടുത്ത ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 കേട്ടോ. ഇത് ചെയ്ത് വരുമ്പം 12ൻ്റെ ക്യൂബ് വരും, അപ്പോൾ അത് 12 ആൻസർ. ഇനി 3, 8, 15, 24. ഇതിൻ്റെ ആൻസർ 35. അതായത് ഡിഫറൻസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. 5, 7, 9 പിന്നെ 11 എടുത്ത് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. ഇനി രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് ആവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാർഷിക പരീക്ഷ എന്ന് പറയുമ്പോൾ 3 പരീക്ഷ ആണല്ലോ. അപ്പോൾ 1, 2 വാർഷിക പരീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തത് കാണുക, 60 × 3 എടുക്കാം, 180 നിന്ന് മൈനസ് ചെയ്താൽ മതി, അപ്പോൾ അത് 70 കിട്ടും. 70 ആൻസർ. ഇനി രാഹുൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 9 കിലോമീറ്റർ ആണ് കേട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ, 9 കിലോമീറ്റർ ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 36 × 625. ആ പോയിന്റ്സ് മാറ്റി ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അതിൻ്റെ ആൻസർ 150 കിട്ടും. ഇനി ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ എന്ന് പറയുമ്പോൾ ആനന്ദിൻ്റെ ഭാര്യയാണ് നിഷ. ആനന്ദിൻ്റെ മകനാണ് ആര്? ആനന്ദിൻ്റെ ഭാര്യയല്ല, ആനന്ദിൻ്റെ അച്ഛൻ്റെ ഭാര്യ നിഷ. അതായത് ആനന്ദിൻ്റെ അമ്മയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നിഷ എന്ന് പറഞ്ഞാൽ ആനന്ദിൻ്റെ അമ്മയാണ്, അപ്പോൾ ആനന്ദ് ആരാണ്? നിഷയുടെ മകനാണ്. ഇനി ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്നതിനെ അത് ABCDE, അതായത് 4 വെച്ച് കൂട്ടി അവർ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ A വരും, SVERKI എന്ന് വരും. ഇനി 60 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, അതിന് ആൻസർ വരുന്നത് 12 സെക്കൻഡാണ്. അതായത് 200 / 60, ആ ഡിനോമിനേറ്ററിൽ തന്നെ 60 മീറ്റർ/സെക്കൻഡ് ആക്കാൻ × 5/18 ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് 12 കിട്ടും. ഇനി 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 27 × 4/3 π r³. ഈ r³ ആണ് കാണേണ്ടത്. 4/3 π. അടുത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, വലുതിന് നമുക്ക് തന്നിട്ടുണ്ട് 15, ക്യൂബാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും, ബാക്കി എന്ത് കിട്ടും? r³ = 15 ക്യൂബ് / 27 കിട്ടും, അതായത് 15 / 3 എന്ന് കിട്ടും. ഓപ്ഷൻ എന്താണ്? ആൻസർ 5 ആണ് കേട്ടോ. ഇതിന് ആൻസർ വരുന്നത് 5 ആണ്, 5. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷീ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം ആണ്. ഷീ ഹാസ് ഹാർഡ്ലി എനി മണി. ഹാർഡ്ലി ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. ഹാസ് ഹി ആണ്. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ ദ ടീച്ചർ സെഡ് ടു മീ. അപ്പോൾ സെഡ് ടു ആസ്ക് ഡൗൺ. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ്. ഹാവ് എന്നുള്ളത് ഹാഡ് ആവും. വെദർ ഐ ഹാഡ് മെറ്റ് ദി പ്രിൻസിപ്പൽ നാവും. ഇനി ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. ഇതിൻ്റെ കൂടെ വരുന്ന ആർട്ടിക്കിൾ A ആണ് കേട്ടോ. ആഫ്റ്റർ എ ഇയർ ഓർ ടു, ഇയറിൻ്റെ കൂടെ വരുന്നത് ആർട്ടിക്കിൾ A ആണ്. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ ബെൽ റിങ് ചെയ്തു. അപ്പോൾ ഒരു പാസ്റ്റിൽ 2 ആക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ
അതിൽ ഏറ്റവും ആദ്യം നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം, രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. അപ്പോൾ ഇതിൽ ആദ്യം എന്താണ്, ആദ്യം ബെൽ ഓൾറെഡി റിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലെത്തിയത്. അപ്പോൾ ബെല്ല് റിങ് ചെയ്തതിൽ ഹാഡ് റങ് എന്ന് കൊടുക്കുക. Give the one word substitute for a person who studies about the sun, moon, stars and the universe. അത് ആസ്ട്രോണമർ ആണ്. ആസ്ട്രോളജർ എന്ന് വെച്ചാൽ കൈനോട്ടക്കാർ അല്ലെ ഭാവി ഭൂതമൊക്കെ പറയുന്ന ആൾക്കാരാണ് ആസ്ട്രോളജർ. ഇനി സ്വലിയ ലുക്ഡ് cheerful while Sumin looked dash. സ്വലിയ ലുക്ഡ് cheerful while Sumin looked dash. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗ്ലൂമിയാണ് കേട്ടോ. cheerfulൻ്റെ ഓപ്പോസിറ്റ് ഗ്ലൂമിയാണ്. ദ വുമൺ ലുക്ഡ് വെരി വീക്ക്. ഇതിൻ്റെ വീക്കിൻ്റെ സിനോണിമാണ് ഏത്, ഫീബിൾ ആണ്. ഫീബിൾ. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. അപ്പോൾ ഇതിൽ ഏത് ലോസ് ആണ് വരുന്നത്, അതിൽ ഈ ഓപ്ഷൻ എ ലോസ് എന്ന് വെച്ചാൽ അത് എന്താണ്, നൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വെർബാണ് വരേണ്ടത്. അപ്പോൾ ഇഫ് യു ലോസ് മണി ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇത് ഓപ്ഷൻ സി ലൂസ് ആയിട്ടുള്ള, ലൂസ് ക്ലോത്ത്സ് എന്നൊക്കെയുള്ള മീനിങ്ങിൽ വരുന്നതാണ്, അത് അഡ്ജക്റ്റീവ് ആണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു അബാൻഡൺ സ്മോക്കിംഗ്. ഇതിൽ അബാൻഡൺ എന്ന് വരുന്ന ഫ്രേസൽ വെർബ് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മലയാളത്തിൽ പിരിച്ചെഴുതുക വെൻ പ്ലസ് തിങ്കൾ. വെൻ പ്ലസ് തിങ്കൾ വെള് പ്ലസ് തിങ്കളും വരാം, അതുപോലെ വെൻ പ്ലസ് തിങ്കളും വരാം. ഇതിൽ നമുക്ക് PSC ആൻസർ ഏതാ കൊടുക്കുന്നതെന്ന് നോക്കാട്ടോ, നോക്കിയിട്ട് ആൻസർ പറയാം. ഇനി ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്, അത് വിണ്ടലമാണ് കേട്ടോ, വിണ്ടലമാണ് ആദേശസന്ധി. ഇനി തദ്ധിതത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെണ്മയാണ് കേട്ടോ, വെണ്മയാണ്. വിപരീത പദം എഴുതുക, അഗ്രജന്റെ വിപരീതം അവരജനാണ്. ജലത്തിന്റെ പര്യായമല്ലാത്തത് നളിനമാണ്. ഇനി ആനച്ചന്തം എന്ന് പറഞ്ഞാൽ ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം തിരിച്ചെടുക്കുക. ചൂടാമണി, ഓപ്ഷൻ എ ചൂടാമണിയാണ് ശരി. ഇനി ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് വെച്ചാൽ എരിതിരിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗമാണെങ്കിൽ അത് കവയിത്രിയാണ്. ഒറ്റപ്പദം വർഷം തോറും എന്താണ്, പ്രതി വർഷമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്ന